നമസ്കാരം, ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം. വീടിന് ചുറ്റും പച്ചപ്പിൻ്റെ മനോഹാരിത ചാർത്തി മുറ്റത്ത് ഒരു പൂങ്കാവനം ഒരുക്കിയിരിക്കുകയാണ് നെടുങ്കണ്ടം കുളമാക്കൽ കുട്ടിച്ചൻ്റെ ഭാര്യ മോളിച്ചേച്ചി. നമ്മളപ്പോൾ ആ കാഴ്ചകൾ കാണാൻ വേണ്ടി ഇന്ന് നെടുങ്കണ്ടത്ത് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് പ്രത്യേകതയുള്ള ഒരു വീടാണിത്. നമുക്ക് ആ കാഴ്ചകൾ കാണാം. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ വീടൊരു പൂങ്കാവനമാക്കി മാറ്റിയ ആളുകളാണ് ഈ നിൽക്കുന്നത്. നെടുങ്കണ്ടം കുളമാക്കൽ കുട്ടിച്ചേട്ടൻ, അതുപോലെ തന്നെ കുട്ടിച്ചേട്ടൻ്റെ വൈഫ് മോളിച്ചേച്ചി. അപ്പം മോളിച്ചേച്ചിയാണ് ഇതിൻ്റെ പരിപാലനവും കാര്യങ്ങളും ഒക്കെ നടത്തുന്നത്. മോളിച്ചേച്ചിയാണ്. കുട്ടിച്ചേട്ടനാണ് അതിൻ്റെ പിന്തുണയൊക്കെ കൊടുക്കുന്നത്. എങ്ങനെയായിരുന്നു ചേച്ചി ഇങ്ങനെ ഈ ഒരു രീതിയിലേക്ക് വന്നത്? എങ്ങനെയായിരുന്നു ഇതൊരു തുടങ്ങി വെച്ചത്? എങ്ങനെയാണ്? വെറുതെ ഒരു തോന്നലിന് ആദ്യം ഒരു വെറൈറ്റി ഗാർഡൻ ചെയ്യണമെന്ന് തോന്നി തുടങ്ങി വെച്ചതാണ്. പിന്നെ അത് ഓരോ ദിവസം ചെല്ലും തോറും ഓരോ ഐഡിയ ഇങ്ങനെ കിട്ടി ചെയ്ത് കൂടി. ഇപ്പം എനിക്ക് തോന്നുന്നു വീടിന്റെ ഏകദേശം എല്ലാ ഭാഗങ്ങളിലും നമ്മൾ ചെടിയായിട്ടും മറ്റ് കരകൗശല വസ്തുക്കളും ഒക്കെ ആയിട്ട് നിറച്ചു വെച്ചിരിക്കുക. 3-4 വർഷം കഷ്ടി. എനിക്കൊന്ന് കൂടുതൽ ഒരു പക്ഷേ കോവിഡ് സമയത്തായിരിക്കുമോ? കോവിഡിന് മുന്നേ ഞാൻ തുടങ്ങിയായിരുന്നു. ഈ പോർഷനൊക്കെ അതിങ്ങനെ ചേഞ്ചുകൾ വന്നോണ്ടിരിക്കും. ഓരോ സമയത്തും തോന്നുമ്പോൾ മാറ്റി ഈ മോളിച്ചേച്ചി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി തുടങ്ങിയപ്പം എന്തായിരുന്നു കുട്ടിച്ചേട്ടാ തോന്നിയത്? എനിക്ക് പ്രത്യേകിച്ച് ഒന്നും തോന്നിയില്ല. അവളുടെ ഇഷ്ടത്തിന് ചെയ്യുക. അവളെപ്പോഴും പൂന്തോട്ടത്തിലായിരിക്കും. ഞാൻ ഒരു 8 മണിയാകുമ്പോഴത്തേനും തോട്ടത്തിൽ പോകും. തിരിച്ചു വരുന്നോടം വരെ തോട്ടത്തിലായിരിക്കും. അത് ഇങ്ങനെ അവിടെ ഇഷ്ടത്തിന് നമുക്കിഷ്ടമാണ്. പിന്നെ കലയുള്ളവരെ പ്രോത്സാഹിപ്പിക്കുക. ഞാൻ ഇതിൻ്റെ അകത്തൊന്നും ഇടപെട്ടിട്ട് പിന്തുണയെല്ലാം നമ്മൾ കൊടുത്തു. വല്ല കുപ്പിയൊക്കെ എന്തൊക്കെ സഹായിക്കാറുണ്ടോ? കുട്ടിച്ചേട്ടൻ്റെ സഹായം എന്തൊക്കെയാ കിട്ടാറുള്ളത്? സഹായം എന്ന് പറഞ്ഞാൽ എനിക്കിപ്പം വെർട്ടിക്കൽ ഗാർഡൻ ചെയ്തപ്പോൾ അത്രയും കുപ്പി വെക്കണം. അപ്പൊ ഞാനിങ്ങനെ പറയും എനിക്ക് എവിടുന്നെങ്കിലും ഒക്കെ കൊണ്ടുതരണം തന്നെ. അപ്പൊ ഇവര് ക്ലബിൽ നിന്നൊക്കെ വരുമ്പം ചാക്കിനകത്ത് അവിടുത്തെ കുപ്പിയുണ്ട്. പിന്നെ നമ്മള് വിഷം അടിക്കുമ്പോഴത്തെ കുപ്പികളാണ്. മാവടിയിലാണ്. അപ്പൊ അവിടുത്തെ ഈ ഏലക്കാട്ടിൽ ഉപയോഗിക്കുന്ന മരുന്നടിക്കുന്ന എല്ലാം ഇങ്ങ് കൊണ്ടുവരും. അതൊക്കെ ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേക്ക് അതിന്റെ രൂപമൊക്കെ മാറും അല്ല? എനിക്ക് തോന്നുന്നു ഇവിടെ കണ്ടൊരു പന്നിക്കൂട്ടനോ അങ്ങനെ പല രീതിയിലായിട്ട് മാറൂല്ലേ? അത് മനസ്സിൽ തോന്നുന്ന പോലെ ഷേപ്പ് ചെയ്തെടുത്ത് പെയിന്റ് ചെയ്ത് നല്ല കഷ്ടപ്പാടുണ്ട്. ഇപ്പൊ എന്തൊക്കെ സാധനങ്ങളാണ് ഇതുപോലെ ഉപയോഗിച്ചേക്കുന്നത്? എന്തൊക്കെ സാധനങ്ങൾ ഉപയോഗിച്ചാണ് നമ്മൾ ഇത്തരത്തില്? അതിനകത്ത് ചിരട്ടയുണ്ട്, പ്ലാസ്റ്റിക് കുപ്പിയുണ്ട്. ഇതൊക്കെ പ്ലാസ്റ്റിക് കുപ്പിയൊക്കെയാണ് ചിത്രശലഭമായിട്ട് മാറിയേക്കുന്നത്. പിന്നെ മുട്ടത്തോടൊക്കെ ഉപയോഗിക്കുന്നു. മുട്ടത്തോട്, ചിരട്ട, കല്ല്, തടിയുണ്ട്. പിന്നെ ഇതിങ്ങനെ ചെയ്യുന്നോണ്ട് ആരെങ്കിലും ഒക്കെ വെറൈറ്റി കല്ലോ തടിയോ ഒക്കെ വേരൊക്കെ കിട്ടുമ്പോ കൊണ്ടുതരും. എനിക്കത് ഒരു നല്ല മനോഹരമായിട്ട് മയിലൊക്കെ ഉണ്ട്. ഒരു തേങ്ങായിൽ ചെയ്തല്ലേ? അതും ഈ തേങ്ങ പൊതിക്കാത്ത തേങ്ങയില്ലേ, അതിന്റെ പുറം തൊണ്ട് ചിരട്ടയല്ല, തൊണ്ടുകൊണ്ടാ മയിലിനെ ചെയ്യുന്നത്. അപ്പൊ ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ, ഈ കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കുക, ഇങ്ങനെയുള്ള ഗാർഡനിങ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ബോട്ടിൽ ആർട്ടൊക്കെ ഉണ്ട്.
അപ്പം ഇതിനകത്ത് മക്കൾക്കൊക്കെ താല്പര്യമുണ്ടോ? എങ്ങനെ മക്കളൊക്കെ ഇത് സഹായിക്കാറുണ്ടോ? അതോ മക്കൾ ഇല്ല, അവര് കൂടെ ഇല്ലല്ലോ. അതുകൊണ്ട് അവര് പോയിട്ട് 10-15 കൊല്ലമായി. പുറത്താണ് അല്ലേ? പുറത്തായി. 3 പേരും പുറത്താണ്. 3 പേരും പുറത്താണ്. ഓക്കെ. അപ്പൊ ഇവിടെ നമ്മൾ ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് അയച്ചു കൊടുക്കും അല്ലേ? ഫോട്ടോസ് ഒക്കെ എടുത്ത് അയച്ചു കൊടുക്കും. എന്ത് പറയും? അവരെന്ത് പറയും അഭിപ്രായം? അവർക്കറിയാം ഞാൻ ചെയ്യുന്നറിയാലോ. അപ്പം അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയില്ല. നേരത്തെ തൊട്ട് എന്തെങ്കിലും അന്നത്തെ രീതിക്ക് പറ്റുന്ന പോലെ ചെയ്യുമായിരുന്നു. പിന്നെ ഇപ്പൊ ഇങ്ങനെ ഒരു വിപുലമായ രീതി വന്നത് ഇവിടെ ഇതുപോലെ വിപുലമായി വെച്ചതിന് ശേഷം അവർ ഈ അടുത്ത കാലത്തെങ്ങാനും വന്നിരുന്നോ? ഉണ്ട്, 2-3 തവണ വന്നു. ഞാൻ പറഞ്ഞ ഇപ്പൊ 2-3 വർഷം കഴിഞ്ഞല്ലോ ഇത് ചെയ്തിട്ട്. അപ്പൊ എല്ലാ വർഷവും അവര് വരുമല്ലോ. ഓക്കെ ഓക്കെ. അപ്പൊ ഈ മോൾ ചേച്ചി ഈ ചിത്രരചനയോ അങ്ങനെ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ ഇത് ചെയ്യാനായിട്ട്? ഇല്ല, ഒന്നുമില്ല. പക്ഷെ ഭയങ്കര ഇത് പ്രേക്ഷകർക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവും ഇതൊന്നും പഠിച്ചിട്ടില്ല. പക്ഷെ വളരെ മനോഹരമായിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് കളയുന്ന ആവശ്യമില്ലാതെ കളയുന്ന കുറേ സ്ഥലമുണ്ട്. ഇപ്പോൾ പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ നമ്മൾ പലപ്പോഴും വലിച്ചെറിയും. അത്തരത്തിലുള്ള പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ ഇവിടെ മനോഹരമായ വസ്തുക്കളായിട്ട് മാറിയിട്ടുണ്ട്. മുട്ടത്തോട്, ചിരട്ട, അങ്ങനെ ഒരുപാട് വസ്തുക്കളുണ്ട്. അപ്പോൾ ഈ കാഴ്ചകൾ തീരുന്നില്ല. നമ്മൾ വീണ്ടും കാഴ്ചകൾ കാണാൻ വേണ്ടി പോവാം. അപ്പോൾ ഈ സത്യം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ സത്യം പറഞ്ഞാൽ ഇങ്ങോട്ട് കയറുമ്പോൾ വല്ലാത്തൊരു എന്താ പറയുക ഒരു മനോഹരമായ കാഴ്ച, മനോഹാരിത, നല്ല പച്ചപ്പ്, ഒരു പൂങ്കാവനം പോലെ റെഡിയാക്കി വെച്ചിരിക്കുന്നു. ഈ എന്തായിരുന്നു മോൾ ചേച്ചി ആദ്യം ഉണ്ടാക്കിയ ഓർമ്മയുണ്ടോ? എന്തായിരുന്നു ആദ്യം ഉണ്ടാക്കിയത്? വണ്ടുകളെയാണേ. അതെന്ത് വെച്ചായിരുന്നു? അത് സിമെന്റ് കുഴച്ച് വെറുതെ ഒരു ഗാർഡൻ ചെയ്തപ്പോൾ എനിക്ക് തോന്നി കുറച്ച് ജീവികളെയൊക്കെ ഉണ്ടാക്കി അതിനകത്ത് വെക്കണമല്ലോ എന്ന് ഓർത്തു. അപ്പോൾ എപ്പോഴും വരാന്തയിൽ ഇറങ്ങുമ്പോൾ ഈ കുഞ്ഞു വണ്ടുകൾ ചത്ത് കിടക്കും. അപ്പോൾ അതിനെ എടുത്തിങ്ങനെ നോക്കിയിട്ട് എനിക്ക് തോന്നി അത് സിമെന്റ് കുഴച്ചുണ്ടാക്കാമെന്ന്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി വൈകുന്നേരം കുടിച്ചും വന്ന് കാണിച്ചപ്പം ഇഷ്ടപ്പെട്ടു. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അവിടെ വെച്ചിരിക്കുന്ന ആ ചെറിയ എന്താ ചീങ്കണ്ണി പോലുള്ള അത് സിമെന്റിൽ ഇങ്ങനെ കുഴച്ചിട്ടുണ്ടാക്കി. അങ്ങനെയൊക്കെ ചെയ്ത് പിന്നെ എനിക്കൊരു തോന്നലല്ല, എന്ത് വേണേലും ഉണ്ടാക്കാവുന്ന. തവള എങ്ങനെയായിരുന്നു ഉണ്ടാക്കിയത്? തവള മണലും സിമെന്റും എല്ലാം കൂടെ കുഴച്ചിട്ട് ഉണ്ടാക്കി. പക്ഷെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ആദ്യം ഉണ്ടാക്കിയപ്പോൾ ഒന്നും ശരിയാവുന്നില്ല. ഈ പറഞ്ഞ പോലെ എല്ലാം ചെയ്ത് വെച്ച് ഉപേക്ഷിച്ച് സിമെന്റ് എല്ലാം കൂട്ടി വെക്കുകയും ചെയ്തു. പിന്നെ എന്നാ ചെയ്യുന്നോർത്ത് പിന്നെ എന്തോ തലേ വന്നു. അങ്ങനെ അത് മണൽ കൂമ്പാര ഇട്ടേച്ച് അത് പൊള്ളയാണ്. അപ്പം അതിലേക്ക് അതിൻ്റെ പുറമേക്ക് അങ്ങനെ ആക്കി എടുത്ത് സെറ്റ് ചെയ്തെടുത്തതാ. പിന്നെ തവള അല്ലാതെ പിന്നെ ഉണ്ടാക്കിയിരിക്കുന്ന മുയൽ അല്ലേ? മുയൽ അത് സിമെന്റ് ആണോ? അത് ബൾബേ സിമെന്റ് പൊതിഞ്ഞ ബൾബാണോ അതിനകത്ത് ബൾബ് ഫ്യൂസ് ആയി പോയ ബൾബാ. അതാണ് മുയലായിട്ട് മാറിയത്. പിന്നെ തേങ്ങയാണ് മയിലായിട്ട് മാറിയത് അല്ലേ? തേങ്ങ വെച്ച് മയിലിനെ ഉണ്ടാക്കിയിട്ടുണ്ട്. മൂങ്ങാനെ അല്ലേ? മൂങ്ങ തേങ്ങ തന്നെയാണ് അല്ലേ? ഈ മറ്റേ അത് ഇതൊക്കെയോ ഈ തത്തകളെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ. അത് ഈ പറഞ്ഞ സിമെന്റ് തുണി മുക്കി ആ ചെറിയ തത്ത ഉണ്ടാക്കിയത്. മറ്റേ അത് ഇതാ കുപ്പിയാ, പ്ലാസ്റ്റിക് കുപ്പിയാണ് അല്ലേ? 2-3 കുപ്പി വേണ്ടി വന്നു ഷേപ്പ് ചെയ്തൊക്കെ എടുക്കാൻ വേണ്ടിട്ട്. പിന്നെ കുറച്ച് എനിക്ക് തോന്നുന്നു ആമകളൊക്കെ ഉണ്ടാക്കി. സിമെന്റ് കൊണ്ട് മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയിട്ട് നല്ല ഭംഗി കിട്ടണമെങ്കിൽ മണ്ണിൽ കുഴച്ചാണെങ്കിൽ നമുക്ക് ഷേപ്പ് നല്ലപോലെ കിട്ടും. എന്നിട്ട് ഞാൻ സിമെന്റ് തുണി മുക്കി പൊതിഞ്ഞു. കാരണം പിന്നെ മഴ നനഞ്ഞാൽ അത് പോകും. അതുകൊണ്ട് മഴ നനയാത്തടത്ത് അത് വെക്കണം, മണ്ണാണേല്. ഓക്കെ. അതുപോലെ തന്നെ ഈ പൂക്കൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ ഈ പ്ലാസ്റ്റിക്കിന്റെ ഈ കുപ്പി വെച്ചിട്ട് തന്നെ അല്ലേ? ഏറ്റവും കൂടുതൽ മിനറൽ വാട്ടറിന്റെ കുപ്പിയാണോ അതിന് വേണ്ടി ഉപയോഗിക്കുന്നത്? കുപ്പികൾ ഇഷ്ടം പോലെയല്ലേ, എവിടെയും ഇങ്ങനെ ഉണ്ടല്ലോ. അപ്പം എവിടെ കിട്ടിയാലും ഞാൻ പെറുക്കി എടുക്കും. പിന്നെ അങ്ങനെ അതെല്ലാം കുപ്പികളാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഒരുപാട് ചെടികൾ ഈ ചിരട്ടയ്ക്കകത്ത് വെച്ചിട്ടുണ്ട്. ചിരട്ട ഷേപ്പ് ചെയ്ത് അത് മുക്കാലൊക്കെ ആയിട്ട് പൊട്ടിച്ചിട്ട് മിനുക്കി എടുത്തേച്ച് പെയിന്റ് ചെയ്ത് അങ്ങനെ എടുക്കണ്ട. വലിയ ചിരട്ട നമ്മൾ വാങ്ങി വെച്ചിട്ട് ഇവിടെ ഉപയോഗിച്ചേക്കുന്ന ഇത് മറ്റേ റബ്ബർ പാല് എടുക്കുന്ന ചിരട്ട, പ്ലാസ്റ്റിക് ചിരട്ടയല്ലേ? ഓക്കെ. അപ്പൊ ഈ തണ്ണിമത്തന്റെ ഷേപ്പിൽ അത് തണ്ണിമത്തന്റെ ഷേപ്പ്.
അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു സെക്ഷൻ നമ്മൾ കാണുന്ന ഈ സെക്ഷൻ മുഴുവൻ ചെടികൾ ഇതാ ആദ്യമേ വെച്ചല്ലേ തുടക്കകാലം ഇവിടെ തുടക്കം ഇവിടെയാ ഇത് ഫുൾ ആദ്യം ചെയ്തു. അതൊക്കെ ഒത്തിരി നാളുകൊണ്ട് നിറയ്ക്കണമെങ്കിൽ ഒത്തിരി ചെടി വേണം, കുപ്പി വേണം. മുമ്പ് ഞാൻ പറഞ്ഞ പോലെ മറ്റേ ഇതുണ്ടല്ലോ കുട്ടിച്ചേട്ടൻ പറമ്പിൽ നിന്ന് കൊണ്ടുവന്ന മറ്റേ വിഷക്കുപ്പികളൊക്കെ ഉണ്ട് അവിടെ ഇഷ്ടം പോലെ. അതിനകത്ത് എല്ലാ ചെടികളും വെച്ചിരിക്കും, തോട്ടത്തിൽ മരുന്നടിക്കുന്നതിന്റെ വെച്ചേക്കുന്നത്. ഓക്കെ, ഇതെങ്ങനെയാ ഇതിന്റെ ഒരു പരിപാലനം എങ്ങനെയാ? വെള്ളം ഒഴിക്കുന്നതും ഇതിന്റെ എനിക്ക് തോന്നുന്നത് ഇത്രയും ചെടികൾ നോക്കണേ കുറേ അധികം വെള്ളമൊക്കെ വേണമെന്ന് തോന്നുന്നു അല്ലേ? വെള്ളം വേനക്ക് മതിയല്ലോ, മഴക്കാലത്ത് നനയ്ക്കണ്ടല്ലോ. വെയിലത്തല്ലാത്തടത്ത് നനച്ചാൽ മതി. മഴക്കാലത്ത് ഇവിടെ കഴിക്കണം, അതിന്റെ അടിയിലല്ലേ. ഇതെന്ന് നനയ്ക്കണം, മഴക്കാലത്താണേലും നനവില്ല. അല്ലാത്തത് എന്നും നനയ്ക്കും. 1.5 മണിക്കൂർ. പരിപാലനം എങ്ങനെയാ? രാവിലെയാണോ? ഇപ്പം രാവിലെ ഒഴിക്കും. കാരണം വൈകുന്നേരം ആകുമ്പോഴത്തേന് വൈകുന്നേരം ഒഴിച്ചാൽ പിറ്റേ ദിവസം വൈകുന്നേരം ആകുമ്പോഴത്തേന് ഇതെല്ലാം കൂടെ വെള്ളമൊക്കെ ഒഴിച്ച് പോകുമ്പോൾ എനിക്ക് ഒരു 1.5 മണിക്കൂർ വേണ്ടി വരുമോ? വേണം അല്ലേ? പിന്നെ എന്നും നനയ്ക്കണ്ടാത്തതുകൊണ്ട് അത് എനിക്കറിയാം. അപ്പം ഞാൻ അതിനനുസരിച്ച് നോക്കി ചെയ്യുന്നത്. എന്നും 2 നേരം നനയ്ക്കേണ്ടതുണ്ട്, 2-3 ദിവസം കൂടുമ്പോൾ നനയ്ക്കേണ്ടതുണ്ട്, ഒന്നരാടനോ അങ്ങനെയൊക്കെ. അത് നോക്കി ഞാനങ്ങ് ചെയ്യും. ഇതെങ്ങനെയാ ഈ ചെടികളൊക്കെ എവിടുന്നാ കൊണ്ടിരുന്നതൊക്കെ എങ്ങനെയാ? അത് മേടിച്ചത് വളരെ കുറവാണ്. അത് ഞാൻ ആദ്യം ഞങ്ങൾ മാവടിയിലായിരിക്കുമ്പോൾ തൊട്ട് വെച്ച ചെടികളൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഒരു 20 വർഷം പഴക്കമുള്ള കൈ ഒത്തിരി ചെടികൾ അവിടെ നിന്നുണ്ടായിരുന്നു. ഇതൊക്കെ അങ്ങനെയല്ല. പിന്നെ ഓരോ സ്ഥലത്തു നിന്ന് മേടിച്ചിട്ട് അത് ഓരോ ഇച്ചിരി ആയി കഴിയുമ്പോൾ പകർത്തി വെച്ച. ഈ സാധാരണ സ്ത്രീകളൊക്കെ എവിടെയെങ്കിലും പോകുമ്പോൾ നല്ല ചെടി കാണുമ്പോൾ അവിടെ അവിടുന്ന് മേടിച്ചോണ്ട് അങ്ങനത്തെ സോ ഉണ്ടോ? പോകുന്ന വഴിക്കൊക്കെ കൊണ്ടുവരുമോ പോയിട്ട് വരുമ്പോ? ചോദിച്ച് മേടിക്കും. അപ്പൊ എന്നെ വഴക്ക് പറയും ചെടികളൊക്കെ ചോദിക്കുമ്പോഴേ. യാത്ര പോയിട്ട് വരുമ്പോ ഏതെങ്കിലും ഒരു ചെടി കണ്ടിട്ടുണ്ട്, അവിടെ നിർത്തി അവർ വീട്ടിൽ ചെന്ന് ചോദിച്ച് അത് കുട്ടിച്ച് ഞോണ്ടിക്കൊണ്ട് പോയി. അതെല്ലാം ഈ ചെടി ഇഷ്ടപ്പെടുന്നവരെല്ലാവരും ഉണ്ടല്ലോ, അങ്ങനെയാ നമ്മൾ പോയി ഇങ്ങനെ മേടിച്ചോണ്ട് വരും. ഇത് വീടിൻ്റെ പുറത്ത് മാത്രമല്ല കേട്ടോ, ഇനി അകത്തുണ്ട് കുറേ നമ്മൾ കാണാൻ പോകേണ്ട കുറേ ബോട്ടിൽ ആർട്ടും കുറേ കാര്യങ്ങൾ ഇനി വീടിനകത്തുണ്ട്. വീടിൻ്റെ അകത്തെ കാഴ്ചകളിലേക്ക് പോവാം. അപ്പോൾ ഈ വീടിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടേക്ക് നോക്കിയാലും അവിടെ എല്ലാം മനോഹരമായിട്ടുള്ള ഓരോ ചെടികളും അതുപോലെ തന്നെ ചെറിയ ചെറിയ കരകൗശല വസ്തുക്കളും ഒക്കെയാണ്. അതുകൊണ്ട് ഇവിടെ കണ്ടോ, ഇവിടെ ഒരു തത്ത പ്ലാസ്റ്റിക് കുപ്പിയിലാണ് തത്ത ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ കാണാം ഇത് കണ്ടോ, ചിരട്ടയിലെ ചെടികൾ വെച്ചിരിക്കുന്നു. അങ്ങനെ ഒരുപാട് കാഴ്ചകളുണ്ട്. ഇനി നമ്മൾ വീടിനകത്തേക്ക് കയറാൻ വേണ്ടി പോവുകയാണ്. വീടിനകത്ത് നമ്മളെ വിസ്മയിപ്പിക്കുന്ന വേറെ ഒരുപാട് കാഴ്ചകളുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് കയറി വരുമ്പോൾ തന്നെ കാണാൻ പറ്റും. ഇവിടെ കുറേയധികം മനോഹരമായ വസ്തുക്കൾ, കുറേ ബോട്ടിൽ ആർട്ടുകൾ, കുറേ ചെടികൾ, അങ്ങനെ കുറേ കാണാനായിട്ട് കഴിയും. അപ്പം ഇതൊക്കെ എങ്ങനെയാണ് ചേച്ചി? ഇത് എന്തൊക്കെയാ ഉപയോഗിച്ചേക്കുന്നത് ഇതിൽ? ഇത് പ്ലാസ്റ്റിക് കുപ്പി ഉണ്ട്. പിന്നെ എല്ലാം തന്നെ കല്ലിലാണ് ആമയൊക്കെ. ആമ കല്ലേല താഴെ ഇവിടെ കാണാൻ പറ്റും. പ്രേക്ഷകർക്ക് ഇത് കല്ലിൽ ഒരു ആമേനെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് കാണാം. വണ്ടുണ്ടോ? വണ്ട് എവിടെ? വണ്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് ചെടികൾ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇത് പിസ്താഷ്യല്ലും ഉണ്ടായി ഫിഷിനെയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. ശരി. പിന്നെ ഇതും അതെ, താറാവും ടെറേറിയം പോലെ. നമുക്ക് ഇതിനകത്ത് നോക്കിയാൽ ചെറിയ കുഞ്ഞു താറാവിനെയൊക്കെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ടെറേറിയം പോലെ ഉണ്ടാക്കി വെച്ചതാണ്. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ഈ കുപ്പി ഉണ്ടല്ലോ, പ്ലാസ്റ്റിക് കുപ്പികളൊക്കെ ഇങ്ങനെ പകുതി മുറിച്ചിട്ട് ഓരോ രൂപമൊക്കെ ആയിട്ട് വരച്ച് വെച്ചിട്ടുണ്ട്. അതിനകത്ത് കുറേ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. അത് മുഴുവൻ ആംഗ്രി ബേർഡ്സ്. അതെ, ആംഗ്രി ബേർഡ്സിൻ്റെ ചിത്രങ്ങൾ വരച്ചിട്ട് അതിനകത്ത് ചെടികളൊക്കെ വെച്ചിട്ടാണ്. അതായത് എനിക്ക് തോന്നുന്നു ഒരു സ്ഥലവും എന്താ പറയുക വെറുതെ കിടക്കുന്നില്ല. എല്ലാ സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള ഓരോ വസ്തുക്കൾ കൊണ്ട് മനോഹരമാക്കിയിരിക്കുകയാണ്. നമ്മൾ വീടിൻ്റെ പുറത്ത് കണ്ടതുപോലെ തന്നെ എല്ലാ സ്ഥലങ്ങളിലും വീടിൻ്റെ ഓരോ മൂലകളിലും ഒക്കെ ഇതുപോലെ മനോഹരമാക്കിയിട്ട് ചെടികളും ഒക്കെ കരകൗശല വസ്തുക്കളൊക്കെ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് അടുക്കളയിൽ കുറച്ച് മോളി ചേച്ചിയുടെ കുറച്ച് കഴിവ് തെളിയിക്കുന്ന കുറേ കാഴ്ചകളുണ്ട്. നമുക്കത് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പം ഇപ്പം ഞാൻ ഇവിടെ അടുക്കളയിലാണ് ഇരിക്കുന്നത്. അടുക്കളയിൽ ഇവിടെ ഇത് കണ്ടോ, ഒരു പൂച്ചക്കുട്ടിനെ കാണാം. നമ്മുടെ ഉടുപ്പൊക്കെ ഇട്ട് ഒരു പൂച്ചക്കുട്ടി. ഇതെന്നാ ചേച്ചി? ഇതെന്താ? അതിന്റെ തല ചിരട്ടയാ. ഇത് ചിരട്ടയാണ്. പിന്നെ എന്താ ഒരു വേനപ്പച്ച എന്ന് പറയുന്നൊരു എണ്ണത്തിന്റെ ഈ മരത്തേലൊക്കെ. വേനൽപ്പച്ച എന്ന് പറയുന്നത് നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ സ്ലേറ്റ് വായിക്കുന്ന. അല്ല, അതല്ല, ഈ മരത്തേലുണ്ടാകുന്ന ഒരു സാധനം. അതിന്റെ
ഈ രോമം പോലുള്ള അതാണ് ഈ എടുത്തിട്ട് കാണുന്നത് അല്ലേ? പശ മുക്കി ഇത് ഒട്ടിച്ച് സിമെന്റ് ആണോ? അത് തുണി ഒരു സെറ്റർ സിമെന്റ് മുക്കി ആ. അതിനെ ചുറ്റി. ഓ ശരി ശരി ശരി. ഇതൊക്കെ ആ സാധനം തന്നെയാണ്. ഇതിങ്ങനെ എടുക്കാം എടുക്കാൻ പറ്റുമല്ലേ? ശരി ശരി. കയ്യും വാലും ഒക്കെ അങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കുന്ന. അപ്പോൾ ഇവിടെ ഇങ്ങനൊരു പൂച്ചക്കുട്ടീനെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ വേണ്ട ഇവിടെ ഈ ജനലിൻ്റെ സൈഡിലായിട്ട് വേറൊരു കാഴ്ചയുണ്ട്. ഒരു മൂങ്ങയൊക്കെയുള്ള ഒരു മരം. അതിനകത്ത് തത്തമ്മയുണ്ട്. കാപ്പിയുടെ കുറ്റിയാ. ഇതോ? ആ കുറ്റി അത് കാപ്പി. ഇത് കാപ്പി കുറ്റിയാണ്. ഇതോ ഈ മൂങ്ങയൊക്കെ? മൂങ്ങ ഈ പേട്ട് തേങ്ങ. പേട്ട് തേങ്ങ, ചെറിയ തേങ്ങ അല്ലേ? ഇതിനകത്ത് പിന്നെ കുറെ തത്തമ്മയൊക്കെ ഇരിപ്പുണ്ട്. അതും പിസ്താഷ്യലും ക്ലേയും കൊണ്ടുണ്ടാക്കിയതാണ് തത്തകളെല്ലാം. ഇവിടേക്ക് വരുമ്പോഴത്തേക്കും കുറച്ച് മൂങ്ങകൾ ഇരിപ്പുണ്ട് കേട്ടോ. ഇവിടെ ഈ മൂലയിൽ കുറച്ച് മൂങ്ങകളുണ്ട്. അതുപോലെ തന്നെ വേണ്ട ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഇവിടെ കുറേ അധികം ചെടികൾ, മണി പ്ലാന്റ് അല്ലേ? മണി പ്ലാന്റും മറ്റ് കുറച്ച് ചെടികളൊക്കെ. ഇൻഡോർ പ്ലാന്റ്സ് ഇതെല്ലാം കുപ്പികളല്ലേ? എല്ലാം അത് കുടിവെള്ള കുപ്പികളാണ്. വിവിധ തരം കുപ്പികളുണ്ട്. അതുപോലെ തന്നെ ഇവിടുന്ന് ബോട്ടിൽ ആർട്ടുണ്ട്. കുറച്ച് ബോട്ടിൽ ആർട്ടൂടെ നമ്മൾ ഇനി കാണാൻ വേണ്ടി പോവുകയാണ്. നമുക്കിവിടെ കുറേയധികം ബോട്ടിൽ ആർട്ടുകൾ കാണാനായിട്ട് പറ്റും, മനോഹരമായിട്ടുള്ള. അതായത് മുമ്പ് മോളിച്ചേച്ചി പറഞ്ഞായിരുന്നു, കുട്ടിച്ചേട്ടൻ റോട്ടറിയിൽ നിന്നൊക്കെ വരുമ്പോൾ കൊണ്ടുവരുന്ന കുറച്ച് കുപ്പികളും അല്ലാതെ മറ്റു സ്ഥലങ്ങളിൽ നിന്നൊക്കെ സംഘടിപ്പിച്ച വിവിധ രൂപത്തിലുള്ള വ്യത്യസ്തമായ രീതിയിലുള്ള ഈ കുപ്പിയൊക്കെ കണ്ടോ? പറഞ്ഞു. അപ്പോൾ ഇതിനകത്ത് അങ്ങനെ വെറൈറ്റി ചില്ലുകുപ്പികളാണ്, എല്ലാം ചില്ലുകുപ്പികളാണ്. അപ്പം ഇതിനകത്ത് അങ്ങനെ കുറേ അധികം വെറൈറ്റി കുപ്പികളുണ്ട്. ആ കുപ്പികളിലൊക്കെ ഇങ്ങനെ മനോഹരമായിട്ട് പെയിൻറ്റുകളൊക്കെ ചെയ്ത് മനോഹരമാക്കിയിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇത് കോവിഡ് കാലത്തായിരുന്നു അല്ലേ കൂടുതലായിട്ട് ചെയ്തത്? കോവിഡ് കാലത്താണ് ഇങ്ങനെ ബോട്ടിൽ ആർട്ട് കൂടുതലായിട്ട് ചെയ്തത്. കാരണം പുറത്തൊന്നും ഇറങ്ങാൻ നമുക്ക് പറ്റാതിരുന്ന സമയത്ത് ഇങ്ങനെ പെയിൻറ്റിങ്ങും ഒക്കെ ആയിട്ട് നമ്മൾ എന്താ പറയുക, സമയം പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ അതെല്ലാം വളരെ മനോഹരമായിട്ട് ഇവിടെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ചെയ്ത എല്ലാ വർക്കുകളും ഇങ്ങനെ ഈ വീടിൻ്റെ ഓരോ ഭാഗങ്ങളിലായിട്ട് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അവിടെയും ഉണ്ട് കുറേ വർക്ക് കേട്ടോ ആ ഭാഗത്ത്. ഇവിടെ ഇങ്ങനെ ഈ വീടിൻ്റെ മൂലയിൽ ഒരു ചെറിയൊരു മരക്കുറ്റിയിൽ കുറേ അധികം തുമ്പികളിരിക്കുന്ന മനോഹരമായൊരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും. ഇത് ഒരു മോളിച്ചേച്ചി കിട്ടിയൊരു മരത്തിൻ്റെ വേരാണ്. മരത്തിൻ്റെ വേര്, അതിനോടൊപ്പം തന്നെ താഴെ ഒരു ചിരട്ടയുണ്ട്, അതിൻ്റെ മേളിൽ തുമ്പി. ഈ തുമ്പിയെ നമുക്ക് കാണാൻ പറ്റും, കുറേ അധികം തുമ്പികളുണ്ട്. ഈ തുമ്പിയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലേ ആണ്. ഈ കാണുന്ന ക്ലേ ആണ്. അതിൻ്റെ ചിറകുകൾ പ്ലാസ്റ്റിക് കുപ്പിയിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത് അങ്ങനെയുള്ള കാഴ്ചകളാണ് കണ്ടോ, കുറേ അധികം തുമ്പികളൊക്കെ. അപ്പം നമ്മൾക്ക് ഇതൊക്കെ ഒരു ക്രിയേറ്റിവിറ്റിയാണ്, ഒരു ഐഡിയ ആണ് തോന്നുന്നത്. നമുക്ക് തോന്നുന്ന ഒരു നല്ല ഐഡിയ ആണ് ഇത്തരത്തിലൊരു തുമ്പിയായിട്ട് മാറിയിരിക്കുന്നത്. ഒരു വീടും പരിസരവും എത്രത്തോളം മനോഹരമാക്കാം എന്നതിന് ഉദാഹരണമാണ് നെടുങ്കണ്ടത്തെ കുളമാക്കൽ വീട്. നമ്മൾ ഉപയോഗശൂന്യമായി വലിച്ചെറിയുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് മുട്ടത്തോടും ചിരട്ടയും പ്ലാസ്റ്റിക് കുപ്പികളും ഒക്കെ ഉപയോഗിച്ച് ഈ വീടിൻ്റെ മുക്കും മൂലയും എല്ലാം മനോഹരമാക്കി മാറ്റിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇവിടുത്തെ കാഴ്ചകൾ നിങ്ങളെ ഓരോരുത്തരെയും വിസ്മയിപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ക്യാമറമാൻ അനന്തു എബിക്കൊപ്പം നെടുങ്കണ്ടത്ത് നിന്നും എസ് സൂര്യലാൽ, ഇടുക്കി ലൈവ്. ന്യൂസ്, അഡ്വർടൈസിംഗ്, ഇവന്റ്സ്, ലൈവ്, ബ്രാൻഡിംഗ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, മീഡിയ പ്രൊഡക്ഷൻസ്, ശബ്ദ ദൃശ്യ വിസ്മയങ്ങളുമായി ഇടുക്കി ലൈവ് മീഡിയ പ്രൊഡക്ഷൻസ്, ITI ജംഗ്ഷൻ, കട്ടപ്പന.